എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നല്ല, നമ്മളുടെ പറളി ഗ്രാമപഞ്ചായത്തിൻ്റെ ശൗചാലയങ്ങളുടെ അവസ്ഥയാണത്. ശൗചാലയങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നല്ല, പറളി ഗ്രാമപഞ്ചായത്തിലെ ചന്ത നടക്കുന്ന സ്ഥലത്ത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വഴിയിടം എന്ന ഒരു ശൗചാലയം, എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഒരു വഴിയിടം എന്ന ഒരു പദ്ധതിയുണ്ട്, ശൗചാലയം. അതിൻ്റെ പറളി ഗ്രാമപഞ്ചായത്തിലെ ആ ശൗചാലയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഏകദേശം ആ സ്റ്റാഫ് താൽക്കാലികമായിട്ട് സ്റ്റാഫ് നിർത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുത്തെ കടക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നേരത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു ലേഡി സ്റ്റാഫായിരുന്നു, അവർ പോയിട്ട് ഏകദേശം 1 മാസത്തോളം ആയി എന്ന് പറയുന്നത്. പിന്നെ അത് പൂട്ടാൻ മറ്റൊരു കാരണം പറയുന്നത്, ഈ ബാത്റൂമിൽ വെള്ളമോ അതിന് വേണ്ട സൗകര്യങ്ങളൊന്നുമില്ല, അതും കൂടി കൊണ്ടാണ് അപ്പോൾ ഈ ശൗചാലയം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ശൗചാലയത്തിൽ പൂട്ടിപ്പോകാൻ കാരണം. നമുക്കത് കണ്ടു നോക്കാം. എന്താണ് ഈ ആ ബാത്റൂമിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് നമുക്കത് നോക്കാം ആദ്യം. കണ്ടില്ലേ ഈ ബാത്റൂമിലെ അവസ്ഥ? ആ ബിൽഡിങ്ങിലെ കടക്കാരൊക്കെല്ലാം ആശ്രയിക്കുന്ന ഈ ബാത്റൂമിനെയാണ്. അവിടെ എന്താ പറയുക, സ്ത്രീകൾക്ക് അവിടുന്ന് ആ കടകളിൽ നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകൾക്കും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബാത്റൂം പോകണമെങ്കിൽ ആ ബാത്റൂം പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടുത്തെ. എന്നിട്ട് അവർ പോകുന്നത് പറളി ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ഡപത്തിലെ ബാത്റൂമിലാണെന്നാണ് അവിടുത്തെ ഈ ചന്തപ്പുരയിലെ കടകളിലെ സ്ത്രീ സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞത്. പിന്നെ രണ്ടാമതൊരു കാര്യം, വേറെ ബിൽഡിംഗ് ഉണ്ട് അവിടെ തന്നെ. അപ്പോൾ അവിടുത്തെ ആ ബിൽഡിങ്ങിലെടുത്ത് സ്റ്റാഫ് പറഞ്ഞത്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വഴികിടം ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങൾക്കുള്ള ബാത്റൂമല്ല, നിങ്ങൾക്കുള്ള ബാത്റൂം നിങ്ങളുടെ ബിൽഡിങ്ങിനടുത്ത് തന്നെ പണിതിട്ടുണ്ട്, അവിടെ പോയാൽ മതി എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഈ ലേഡി സ്റ്റാഫിനോട് പറഞ്ഞു എന്നാണ് എന്നോട് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്, ഒരു ലേഡി സ്റ്റാഫ് പറഞ്ഞത്. ആ ബാത്റൂമിൻ്റെ അവസ്ഥ നോക്കാം. ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ ചുറ്റുപാട് എങ്ങനെയെന്ന് നോക്കാം. ആ പരിസരത്തേക്ക് അവിടെ നിറയെ മദ്യക്കുപ്പികളും ഗ്ലാസുകളും മറ്റും നിറയുണ്ട്. കൂടാതെ അവിടെ കാട് പിടിച്ചിരിക്കുകയാണ് അവിടെ. വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണത്. ഒരുപക്ഷെ ചില ഏജന്റുക്കൾ വന്നിരുന്നാലും കാണില്ല, അത്രയും ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അത്. കണ്ടു നോക്കാം പരിസരവും ബാത്റൂമും.
എങ്ങനെയാണ് നോക്കാം നമുക്കത്. കണ്ടില്ലേ അവിടുത്തെ ഈ നേരത്തെ സ്റ്റാഫ് പറഞ്ഞ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലേ? ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല പഞ്ചായത്ത് മറ്റേ എന്താ പറയുക പഞ്ചായത്തിലെ അധികൃതർക്ക്. എത്ര വൃത്തിഹീനമായിട്ടും ആ ബാത്റൂമിൽ നോക്കണം. ബാത്റൂം പറയാനില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതിനകത്ത്. അവിടെ ഒന്നും വല്ല ഏജന്റുകൾ വന്നാൽ പോലും അറിയില്ല. എത്ര അപകടകരമായിട്ടുള്ള കാര്യമാണ്, എത്ര അപകടകരമാണ് അവിടെ. നിങ്ങൾ നോക്കിയില്ല, കണ്ടില്ല നിങ്ങൾക്ക്? ഇതൊക്കെ സാധാരണ ജനങ്ങൾ നികുതിപ്പണം കൊണ്ട് പണിതല്ല. ഇതെല്ലാം സാധാരണ നികുതിപ്പണം, ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം കൊണ്ട് തന്നെയല്ലേ ഇതെല്ലാം ഈ ബാത്റൂമിൽ പണിതത്. ആ വഴിയുടെ എന്തിനാ ഈ പ്രൊജക്റ്റ് പണിതത്? സാധാരണ എല്ലാവരുടെയും വഴികളും റോഡ് സൈഡാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ഒരു സ്റ്റാഫും ഉണ്ടാവും. ഇത് കുറച്ച് ഉള്ളിലായി ഈ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഈ വഴികിടന്ന് ഈ പ്രൊജക്റ്റ് ബാത്റൂം കിടക്കുന്നത് കുറേ ഉള്ളിലാണ്. ആരും ശ്രദ്ധിക്കില്ല. ഈ വഴിയിടം നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കൂ, ലേലം വിളിച്ച് കൊടുക്കൂ. അവരെത്ര ഭംഗിയായി നടത്തും. നിങ്ങൾ റോഡ് സൈഡ് വയ്ക്കുക, പേ ആൻഡ് യൂസ് എന്ന് എഴുതി വയ്ക്കുക. ബാത്റൂം വഴികിടന്നും ബോർഡ് വയ്ക്കുക. എന്നിട്ട് സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസിക്ക് നടത്താൻ കൊടുക്കും. അത് നിങ്ങൾ അവർ നന്നായി നല്ല ഭംഗി നടത്തി കാണിക്കുക. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല, അത് എന്തിനാണ് നടത്താൻ പറ്റില്ല? നിങ്ങളത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് അത് ആ ബാത്റൂമിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ കൊടുത്തുകൂടെ, അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസിക്ക് നടത്താൻ കൊടുത്തുകൂടെ? ലേലം വിളിക്കൂ. എന്നിട്ട് അവർക്ക് സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസിക്കോ നടത്താൻ കൊടുക്കൂ. അവർ നല്ല ഭംഗിയായി നടത്തും അവർ. പിന്നെ ഇവിടുത്തെ ബാത്റൂം
ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത്രയും അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ബാത്റൂം അല്ല അത്. രണ്ടാമത്തെ ബിൽഡിങ്ങിലെ അവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ. ഇതൊന്നും കാണുന്ന സമയമില്ല നിങ്ങൾക്കതെല്ലാം. ഹരിതകർമ്മ സേനയെ കൊണ്ട് എല്ലാ മാസവും വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യം മറ്റു മാലിന്യങ്ങൾ വാങ്ങി പൈസ പിരിക്കുന്നുണ്ടല്ലോ. ഈ ബാത്റൂമിൽ നിന്ന് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ നന്നാക്കാൻ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ചിലവാണ് നിങ്ങൾക്ക്? ഒരു MLA ഫണ്ട് ഉപയോഗിക്കും നിങ്ങൾ, അല്ലെങ്കിൽ MP കൊണ്ട് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ ബാത്റൂം സൗകര്യം ഉണ്ടാക്കും. ഇത് ബാത്റൂമാണത്? പിന്നെ അതിന് അവിടുത്തെ പരിസരം കണ്ടില്ലേ? ഇതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ നാണക്കേടാണ് നിങ്ങൾക്കെല്ലാം. എല്ലാ മാസവും കറക്റ്റായിട്ട് ഹരിതകർമ്മസേനയെ കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം വാങ്ങി വീടിന് പൈസ പിരിവുകാരെ പോലെ മാസം വന്ന് 50 രൂപ പിരിക്കുന്നു നിങ്ങൾ. അതിന് മാത്രം നിങ്ങൾക്ക് അത് കിട്ടുന്ന കാര്യമായതുകൊണ്ട് നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്യും. നിങ്ങൾ ഈ ബാത്റൂം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് ബാത്റൂം നന്നാക്കി എടുക്കും നിങ്ങൾ. അതിനും പറ്റില്ലെങ്കിൽ മെമ്പർമാരെ കൊണ്ട് ഒരു ഇത്ര തുക പിരിച്ചിട്ട് എല്ലാ മെമ്പർമാരോട് പറയാം, ബാത്റൂം പണി ഇത്ര പൈസ പിരിക്കണം, ബാത്റൂം ബാത്റൂം പണിയാനാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പൈസ പിരിക്കും നിങ്ങൾ. ഇതൊക്കെ വളരെ എന്താ പറയുക, ഇത്രയും കടക്കാർക്കുള്ള ഒരു ആശ്രയമായിട്ടുള്ള പുരുഷ സ്റ്റാഫുകൾ വിടും. ഒരു നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യമായ കാര്യമല്ലേ ബാത്റൂം. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നില്ല? നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വല്ല ആദർശം പ്രസംഗിച്ച് നടക്കുന്നത്. ഇതിനൊന്നും സമയം കാണില്ല നിങ്ങളതിനും. അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ല? ആ പരിസരമൊക്കെ നന്നാക്കി എന്താ പറയുക, തൊഴിലുറപ്പ് പണിക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ഉപയോഗിച്ചത് ആ പരിസരം ഒന്ന് വൃത്തിയാക്കും നിങ്ങൾ ആദ്യം. വളരെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളത്? വളരെ എന്താ പറയുക, ഒരു മോശം തന്നെയാണത്, ഒരു ഷെയിം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ. നാണക്കേടാണ് ഇതൊക്കെ കാണുമ്പോൾ. നിങ്ങൾക്ക് നാണക്കേട് തോന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാം കാണുന്നത് ഇതെല്ലാം കാണുമ്പോൾ?